കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിലേക്ക് പോയാലോ. കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചത് സുസ്മിതയാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ രോഹിത്തിനെ തല്ലി ശരിയാക്കിയിട്ടെടുത്ത് വിഷ്ണു അങ്ങനെ ലൊക്കേഷൻസ് ഇത് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനിയാണെങ്കിൽ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഈ ഡോക്യുമെൻ്റ് കാര്യം സംസാരിക്കുന്നു. അത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ശ്യാമയുടെ പേരിലേക്ക് എഴുതി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ വിഷ്ണു വരുമ്പോഴത്തേനും രോഹിത്തും ഉപേന്ദ്രനും തമ്മിൽ അടിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നു, ഒന്നും ചെയ്യേണ്ട, ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ രോഹിത് സുസ്മിതയുടെ കയ്യിൽ നിന്ന് എല്ലാ പേപ്പറിലും സൈൻ ചെയ്യുകയാണ്. ആ സമയത്ത് സുസ്മിത പറയുന്നു, ഓക്കെ, ഇനി നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ കാണാം, നിങ്ങൾ പോയി കിടന്നിറങ്ങുക, കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ സേഫ് ആയിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്, കുഞ്ഞുങ്ങളെ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു റൂമിൽ അവരെ ഗുണ്ടകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യയും പപ്പിയും പറയുകയാണ്, നമ്മളെ രക്ഷിക്കാൻ വിഷ്ണു അച്ഛൻ വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്യ പറയുന്നു, ഉറപ്പായിട്ടും വരും, എല്ലാവർക്കും വരുകയും ചെയ്യും, എല്ലാവർക്കും അടിയും കൊടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ശാലിനിയുടെ അടുത്ത് വിഷ്ണു പറയുകയാണ്, കുഞ്ഞുങ്ങളെ നമ്മളിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ള, ഞാൻ എൻ്റെ ഓട്ടോയിൽ തന്നെ പൊക്കോളാം, എൻ്റെ ഓട്ടോയിലുള്ള എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും ഉണ്ടല്ലോ. അങ്ങനെ ഓട്ടോയുമായിട്ട് അവർ പുറപ്പെടുകയാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പപ്പിയും നമ്മുടെ സത്യയാണെങ്കിൽ ഗുണ്ടകളെ അവരെ പൂട്ടിയിട്ടിരിക്കുന്നിടത്ത് എങ്ങനെ പുറത്തിറങ്ങാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഡോറ് തുറന്നിട്ട് പുറത്തുനിന്ന് അടയ്ക്കും. ആ സമയത്ത് മറ്റേ ഗുണ്ട വരികയാണ്. അപ്പോൾ കുട്ടികൾ കയ്യിൽ എന്തോ സാധനമാണെന്നുള്ളത് അതെടുത്ത് അവരുടെ കണ്ണിലേക്ക് എറിയും. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പം വിഷ്ണുവും കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ശാലിനി ഇത് നമ്മുടെ ഡോക്യുമെൻ്റൊക്കെ എങ്ങനെയും രജിസ്റ്റർ ചെയ്യണമല്ലോ. കാരണം അവരെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഉപേന്ദ്രനും സുസ്മിത എത്തുന്നതിന് മുമ്പേ നമ്മുടെ രാഘവൻ നായരുടെ പേരിലേക്ക് ആക്കാനാണ് ശാലിനി ശ്രമിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ഇവരെല്ലാവരും കൂടെ എത്തിയിട്ട് ഡോക്യുമെൻ്റ് എല്ലാം രാഘവൻ നായരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്റ്റർ ചെയ്ത് എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കായിരിക്കും സുസ്മിതയൊക്കെ ഇത് അറിയുന്നത്. അതുപോലെ ഇനി സുസ്മിതയുടെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉപേന്ദ്രൻ്റെ പണം പോയി, എല്ലാം പോയി, ഇത്രയും ലക്ഷങ്ങൾ കോടികൾ മുടക്കിയതാണല്ലോ. അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളത്, അവരുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.